ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതുവരെ പഠിച്ച ലൈൻസുകളും കേഴ്സുകളും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അല്ലെ? എല്ലാരും ഉഷാറാണല്ലോ? അപ്പോ ടീച്ചർ ഇതുവരെ പഠിച്ച ലൈൻസുകളും കേഴ്സുകളും ഒക്കെ എന്റെ കുഞ്ഞുമക്കളോട് ചോദിക്കും. അതൊക്കെ എന്റെ കുഞ്ഞുമക്കളെ ടീച്ചർക്ക് പറഞ്ഞു തരണം കേട്ടോ. ദാ എല്ലാവരും നോക്കിക്കോ. നമ്മൾ ആദ്യം ഏത് ലൈനാണ് പഠിച്ചത്? സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെയാ വരയ്ക്കുക? ഇതാ മുകളിൽ നിന്നും താഴേക്ക് കുത്തനെ സ്റ്റാൻഡ് പോലെ ഒരു വര വരച്ചാൽ സ്റ്റാൻഡിങ് ലൈനായി. ഇനി നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഏതാണ്? സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ കിടന്ന പോലെയുള്ള വരയാണ് അല്ലെ? അപ്പോ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് കിടന്ന പോലെയുള്ള ഒരു വര വരച്ചാൽ എന്തായി? സ്ലീപ്പിംഗ് ലൈൻ. ഇനി അടുത്തത് റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ. റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കാൻ പഠിച്ചത്? ഇത് വലതുഭാഗത്തു നിന്നും തുടങ്ങി ചെരിഞ്ഞ് ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന വരയാണ് റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോ ഇനി നാലാമത്തെ ലൈൻ ഏതാണ്? ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ. ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ഇതാ ഇടതുഭാഗത്തു നിന്നും തുടങ്ങി വലതുഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ ഒരു വര വരയ്ക്കുക. അതിനെ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ. ഇനി നമ്മള് അഞ്ചാമത്തേത് സിഗ്സാഗ് ലൈൻസ് ആണ്. സിഗ്സാഗ് ലൈൻസില് രണ്ട് ലൈൻസ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ സിഗ്സാഗ് ലൈൻ. അപ്പോ അപ്പ് ആൻഡ് ഡൗൺ സിഗ്സാഗ് ലൈൻ എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. എങ്ങനെയാ? മുകളിലേക്ക്. അപ്പ്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്. അപ്പോ അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഇനി ഡൗൺ ആൻഡ് അപ്പ് സിഗ്സാഗ് ലൈൻ. ഡൗൺ ആൻഡ് അപ്പ് സിഗ്സാഗ് ലൈൻ എങ്ങനെയാ വരയ്ക്കുക? ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, താഴേക്ക് വരയ്ക്കുക. ഡൗൺ ആൻഡ് അപ്പ്, ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്. അപ്പോ എന്റെ കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ? എങ്ങനെയാ? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ, അപ്പ് ആൻഡ് ഡൗൺ സിഗ്സാഗ് ലൈൻ, ഡൗൺ ആൻഡ് അപ്പ് സിഗ്സാഗ് ലൈൻ. മക്കളെ, അപ്പൊ നമ്മള് അടുത്തത് ഏതാണ് പഠിച്ചത്? കേഴ്സ് ആണ് പഠിച്ചത് അല്ലെ? കേഴ്സിലെ ആദ്യത്തെ കർവ് ഏതാണ്? റൈറ്റ് ഓപ്പൺ കർവ്. നമ്മള് റൈറ്റ് ഓപ്പൺ കർവ് എങ്ങനെയാണ് വരയ്ക്കാൻ പഠിച്ചത്? ഇങ്ങനെ വലതുഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ റൈറ്റ് ഓപ്പൺ കർവ് എന്ന് പഠിച്ചത് അല്ലെ? ഇത് നമ്മുടെ വലതുഭാഗം ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ റൈറ്റ് ഓപ്പൺ കർവ് എന്ന് പറയാ. അപ്പോ രണ്ടാമത്തെ കർവ് ഏതാണ്? ലെഫ്റ്റ് ഓപ്പൺ കർവ്. നമ്മുടെ ഇടതുഭാഗം ഏതാണ്? ഇത്. അപ്പൊ ഈ ഭാഗം ഓപ്പൺ ചെയ്തിരിക്കണം, തുറന്നിരിക്കണം. അപ്പോ ഇടതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ ലെഫ്റ്റ് ഓപ്പൺ കർവ് എന്ന് പറയാ. ഇനി മൂന്നാമത്തെ കർവ് ഏതാണ്? അപ്വേർഡ് ഓപ്പൺ കർവ്. അപ്വേർഡ് ഓപ്പൺ കർവ് നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകൾ ഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ അപ്വേർഡ് ഓപ്പൺ കർവ് എന്ന് പറയുന്നത്. എങ്ങനെയാ വരയ്ക്കുക? ഇങ്ങനെ അല്ലെ? മുകളിൽ നിന്നും തുടങ്ങി വളഞ്ഞു വന്ന് മുകളിൽ തന്നെ അവസാനിപ്പിക്കുന്ന കർവിനെയാണ് നമ്മൾ അപ്വേർഡ് ഓപ്പൺ കർവ് എന്ന് പറയുന്നത്. അപ്പോ അപ്വേർഡ് ഓപ്പൺ കർവുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് വരയ്ക്കാനും നമ്മൾ പഠിച്ചു അല്ലെ? അതെങ്ങനെയാ? ഇതാ ഇങ്ങനെ അല്ലെ? ഇതാ ഇങ്ങനെയാണ്
അപ്വേർഡ് ഓപ്പൺ കർവുകൾ തമ്മിൽ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് വരച്ചത്. ഇനി നാലാമത്തെ കർവ് ഏതാണ്? ഡൗൺവേർഡ് ഓപ്പൺ കർവ്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പോ താഴെ ഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ ഡൗൺവേർഡ് ഓപ്പൺ കർവ് എന്ന് പഠിച്ചത് അല്ലെ. അപ്പോ നമ്മൾ താഴെ നിന്നുമാണ് വരയ്ക്കാൻ തുടങ്ങേണ്ടത്. എങ്ങനെയാ? താഴെ നിന്നും തുടങ്ങി മുകളിലേക്ക് പോയി താഴത്ത് തന്നെ നിർത്തുക. ഇതാണ് ഡൗൺവേർഡ് ഓപ്പൺ കർവ്. ഡൗൺവേർഡ് ഓപ്പൺ കർവുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാ? ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചിട്ട് വരയ്ക്കാം. ഇതാണ് ഡൗൺവേർഡ് ഓപ്പൺ കർവുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്നത്. അപ്പോ ഇനി അഞ്ചാമത്തത് ഏതാണ്? സർക്കിൾ. സർക്കിൾ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? റൈറ്റ് ഓപ്പൺ കർവ് വരച്ച് ഇവിടുന്ന് ഇങ്ങനെ അതിലേക്ക് തന്നെ നിർത്തുക. അപ്പോ എന്തായി? സർക്കിൾ. അപ്പോ നമ്മൾ കേവ്സില് എന്തൊക്കെയാണ് പഠിച്ചത്? റൈറ്റ് ഓപ്പൺ കർവ് എങ്ങനെയാ വരച്ചത്? വലതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വര. ലെഫ്റ്റ് ഓപ്പൺ കർവ് ഇടതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വര. ഇനി അപ്വേർഡ് ഓപ്പൺ കർവ് മുകൾ ഭാഗം തുറന്നിരിക്കുന്നതോ മുകൾ ഭാഗത്തു നിന്നും തുടങ്ങി മുകൾ ഭാഗത്ത് അവസാനിപ്പിക്കുന്നതുമായ വളഞ്ഞ വരയാണ് നമ്മൾ അപ്വേർഡ് ഓപ്പൺ കർവ് എന്ന് പറയുന്നത്. ഇനി ഡൗൺവേർഡ് ഓപ്പൺ കർവ്. ഡൗൺവേർഡ് ഓപ്പൺ കർവ് എങ്ങനെയാ? താഴെ ഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് നമ്മൾ ഡൗൺവേർഡ് ഓപ്പൺ കർവ് എന്ന് പറയാ. ഇനി അഞ്ചാമത്തത് സർക്കിൾ. സർക്കിൾ എങ്ങനെയാ വരയ്ക്കുക? റൈറ്റ് ഓപ്പൺ കർവ് വരച്ചിട്ട് അതിലേക്ക് തന്നെ മുട്ടിച്ച് വരയ്ക്കുക. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾക്ക് ലൈൻസും കേഴ്സും ഒക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി അല്ലേ? അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.